ഹലോ ഫ്രണ്ട്സ്, ഉപബോധ മനസ്സ് ഉപയോഗിച്ച് ഉറക്കത്തിലൂടെ നമ്മുടെ ആഗ്രഹങ്ങൾ എങ്ങനെ നേടിയെടുക്കാം എന്നതിനെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ശരിയായ ഉറക്കം ലഭിക്കാതെ വരുമ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങളാണ് നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്നത്? അങ്ങനെ വരുന്ന മാനസിക വ്യതിയാനങ്ങൾ മൂലം നമ്മുടെ ജീവിതത്തിലേക്ക് സംഭവിക്കുന്നത് എന്തൊക്കെയാണ്? നമുക്ക് ശാരീരികവും മാനസികവുമായി ആകെ ബുദ്ധിമുട്ടിലാവും അല്ലേ? നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഉറങ്ങുന്ന സമയത്ത് ഉപബോധ മനസ്സ് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്? ഉറക്കവും ഉപബോധ മനസ്സും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. നമ്മൾ ഉറങ്ങുമ്പോഴും നമ്മുടെ ഉപബോധ മനസ്സ് പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഇപ്പോൾ ഈ വീഡിയോ കാണുന്നത് നിങ്ങളുടെ ബോധ മനസ്സ് ഉണർന്നിരിക്കുന്ന സമയത്താണല്ലേ? ഈ ഒരു സമയത്ത്, അതായത് ബോധ മനസ്സ് ഉണർന്നിരിക്കുന്ന സമയത്താണ് നമുക്ക് പോസിറ്റീവും നെഗറ്റീവുമായിട്ടുള്ള ചിന്തകൾ നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് കയറുന്നത്. അതായത് ഉപബോധ മനസ്സ് 24 മണിക്കൂറും പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ള കാര്യം അറിയാം. നിങ്ങളുടെ ബോധ മനസ്സ് ഉണർന്നിരിക്കുന്ന സമയത്തും ബോധ മനസ്സ് ഉറങ്ങുന്ന സമയത്തും, അതായത് നമ്മൾ ഉറങ്ങുന്ന സമയത്തും നിങ്ങളുടെ ഉപബോധ മനസ്സ് പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു. എന്നാൽ നമ്മുടെ ബോധ മനസ്സ് ഉണർന്നിരിക്കുന്ന സമയത്ത് ഉപബോധ മനസ്സിനെ സ്വാധീനിക്കുന്നത് ബോധ മനസ്സിൽ നമ്മൾ സൃഷ്ടിച്ചെടുക്കുന്ന ചിന്തകളും വിശ്വാസങ്ങളുമാണ്. നമ്മൾ നേരത്തെ വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മൾ കൊടുക്കുന്ന ചിന്തകളും വിശ്വാസങ്ങളുമാണ് ഉപബോധ മനസ്സിലേക്ക് കയറുന്നതെന്നത്. നമ്മൾ ഉറങ്ങുന്ന സമയത്ത്, അതായത് ബോധ മനസ്സ് ഉറങ്ങുന്ന സമയത്ത് നമ്മളുടെ ഉപബോധ മനസ്സിൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? നമ്മുടെ ഉപബോധ മനസ്സ് നമ്മൾ ഉറങ്ങുന്ന സമയത്തും പ്രവർത്തിക്കുന്നുണ്ടല്ലേ? കാരണം നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ ശ്വാസോച്ഛ്വാസവും രക്തസംക്രമണവും ഒക്കെ കറക്റ്റായിട്ട് നടക്കുന്നുണ്ടല്ലേ? അതായത് നമ്മുടെ ശ്വാസം നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റുമോ? അതായത് നമ്മൾ ഉണർന്നിരിക്കുന്ന സമയത്ത് ശരിക്കും നമ്മൾ ശ്വാസം പിടിച്ചു നിർത്താൻ പറ്റുമോ? ഇല്ല. ശ്വാസം നമ്മുടെ ഉപബോധ മനസ്സിൻ്റെ പ്രവർത്തനത്തിൽ പെടുന്ന കാര്യമാണ്. ഉണർന്നിരിക്കുന്ന സമയത്ത് നമ്മളെ ശ്വാസത്തെ വളരെ കുറച്ച് സമയത്തേക്ക് നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റും. പക്ഷേ ഉറങ്ങുമ്പോൾ അത് നടക്കുമോ? ഇല്ല. എന്നാൽ ഉറങ്ങുമ്പോൾ നമുക്ക് ശ്വാസത്തെ പിടിച്ചു നിർത്താൻ കഴിയില്ല. അതെന്തുകൊണ്ടാണ് പറ്റാത്തത്? അതെന്തുകൊണ്ടാണെന്നറിയോ? അത് നമ്മുടെ ഉപബോധ മനസ്സുമായി നമുക്ക് സംസാരിക്കണമെങ്കിൽ, അതായത് നമുക്ക് കണക്റ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ ബോധ മനസ്സ് ഉണർന്നിരിക്കണം. ഉറങ്ങുമ്പോൾ നമ്മുടെ ബോധ മനസ്സ് ഉണർന്നിരിക്കുമല്ലോ. അതുകൊണ്ടാണ് നമുക്ക് ഉറക്കത്തിൽ ശ്വാസം പിടിച്ചു നിൽക്കാൻ പറ്റാത്തത്. അതായത് നമ്മുടെ ഉപബോധ മനസ്സുമായി സംസാരിക്കണമെങ്കിൽ നമ്മുടെ ബോധ മനസ്സ് ഉണർന്നിരിക്കണം. അപ്പോൾ തന്നെ മനസ്സിലായില്ലേ? ബോധ മനസ്സ് ഉണർന്നിരിക്കുമ്പോൾ മാത്രമേ നമ്മുടെ ആഗ്രഹങ്ങളെ നമുക്കതിലേക്ക്, അതായത് ഉപബോധ മനസ്സിലേക്ക് നിക്ഷേപിക്കാൻ കഴിയുള്ളൂ. അതല്ലാതെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം, ഒരു സൈക്യാട്രിസ്റ്റിന് നമ്മളെ ഒരു സെമി സ്ലീപ്പിലേക്ക് കൊണ്ടുപോയതിന് ശേഷം ഹിപ്നോട്ടിസം ചെയ്ത് നമുക്ക് നമ്മുടെ ഉപബോധ മനസ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അത് പ്രവർത്തിക്കുന്നത് മറ്റൊരാളുടെ ബോധ മനസ്സ് നമ്മുടെ ഉപബോധ മനസ്സുമായി സമ്മതിക്കുന്നതാണ്. അപ്പോഴും നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ബോധ മനസ്സിലൂടെ മാത്രമേ നമുക്ക് ഉപബോധ മനസ്സിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ തലച്ചോറ് 5 തരത്തിലുള്ള തരംഗങ്ങളെ പുറപ്പെടുവിക്കുന്നു. ആൽഫ, ബീറ്റ, തീറ്റ, ഡെൽറ്റ, ഗാമ തുടങ്ങിയ തരംഗങ്ങളാണ് നമ്മുടെ തലച്ചോറ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഈ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് വേറൊരു വീഡിയോയിൽ കൂടുതലായിട്ടും അറിയാം. അതായത് തലച്ചോറ് ഉൽപ്പാദിപ്പിക്കുന്ന ബീറ്റ തരംഗങ്ങൾ നമ്മുടെ ബോധ മനസ്സ്
പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്നതാണ്. അതുപോലെ തന്നെ തീറ്റ തരംഗങ്ങളാണെങ്കിലോ അത് ഉപബോധ മനസ്സിൻ്റെ പ്രവർത്തനത്തെ സൂചിപ്പിക്കുന്നു. ബീറ്റ തരംഗങ്ങളെക്കാൾ ഫ്രീക്വൻസി കുറഞ്ഞ തരംഗങ്ങളാണ് തീറ്റ തരംഗങ്ങൾ. അപ്പോൾ ബീറ്റ തരംഗങ്ങൾ പ്രവർത്തിക്കുന്ന ബോധമനസ്സിൻ്റെ ഉണർന്നിരിക്കുന്ന സമയത്ത് തീറ്റ തരംഗങ്ങൾ മാത്രം ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ നമ്മൾ മെഡിറ്റേഷൻ പോലെയുള്ള ഒരു പ്രക്രിയയെ നമ്മൾ എപ്പോഴും ഉപയോഗിക്കേണ്ടി വരും. മെഡിറ്റേഷൻ്റെ സമയത്ത് എന്താ സംഭവിക്കുന്നത്? ഇവിടെ നമ്മൾ ബോധത്തോടെ തന്നെ നമ്മുടെ തലച്ചോറിൻ്റെ ബീറ്റ തരംഗങ്ങളെ തീറ്റ തരംഗങ്ങളാക്കി മാറ്റാൻ നോക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ഉറക്കം ശരിക്കും ഘട്ടം ഘട്ടമായിട്ടാണ് നടക്കുന്നത്. അതായത് ഒരു സ്ലീപ്പ് സൈക്കിളായിട്ടാണ് നടക്കുന്നത്. സ്ലീപ്പ് സൈക്കിൾ. നിങ്ങൾ ഉറങ്ങുന്ന സമയത്ത് നിങ്ങളുടെ ഉറക്കം തുടങ്ങുന്നത് മുതൽ ഉണർന്നെഴുന്നേൽക്കുന്നത് വരെ ഒറ്റ ഉറക്കത്തിലല്ല, മറിച്ച് നിങ്ങൾ ഒരു 6 മണിക്കൂറോ 7 മണിക്കൂറോ ഉറങ്ങുന്ന ഒരാളാണെങ്കിൽ നിങ്ങളുടെ ഉറക്കം 4 മുതൽ 5 വരെയുള്ള സ്ലീപ്പ് സൈക്കിളായിട്ടാണ് നടക്കുന്നത്. അതായത് ഘട്ടം ഘട്ടമായിട്ടാണ് നടക്കുന്നത്. ഒരു സ്ലീപ്പ് സൈക്കിൾ 75 മിനിറ്റ് മുതൽ 90 മിനിറ്റ് വരെയാണ്. അതിനുശേഷം നമ്മൾ അടുത്ത സ്റ്റേജിലോട്ട് മാറുന്നു. ഇനി ഒരു സ്ലീപ്പ് സൈക്കിളിന് 4 സ്റ്റേജസ് ഉണ്ട്. ആദ്യത്തെ 3 സ്റ്റേജുകൾ നോൺ റാപ്പിഡ് ഐ മൂവ്മെൻറ്റ് സ്റ്റേജ് എന്നും അവസാനത്തെ സ്റ്റേജ് റാപ്പിഡ് ഐ മൂവ്മെൻറ്റ് സ്റ്റേജ് എന്നുമാണ് അറിയപ്പെടുന്നത്. ആദ്യത്തെ 3 സ്റ്റേജുകളുടെ സമയത്ത് നമ്മുടെ ഉപബോധ മനസ്സ് പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും അവസാനത്തെ സ്റ്റേജില്ലേ, റാപ്പിഡ് ഐ മൂവ്മെൻറ്റ് സ്റ്റേജിൽ നമ്മുടെ ഉപബോധ മനസ്സ് വളരെ അധികം പ്രവർത്തനക്ഷമമാകുന്നുണ്ട്. ഇതിൽ നിന്ന് എന്താ മനസ്സിലായത്? റാപ്പിഡ് ഐ മൂവ്മെൻറ്റ് സ്റ്റേജ് നടക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു കാര്യം ഉപബോധ മനസ്സിലേക്ക് നിക്ഷേപിക്കാൻ ശ്രമിച്ചാൽ തീർച്ചയായും ഉപബോധ മനസ്സ് അത് സ്വീകരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. റാപ്പിഡ് ഐ മൂവ്മെൻറ്റ് സ്റ്റേജിലാണ് നമ്മൾ സ്വപ്നങ്ങളൊക്കെ കാണുന്നത്. ഈ സമയത്ത് നമ്മുടെ കണ്ണിൻ്റെ കൃഷ്ണമണി മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാണാം. അതായത് ഉറങ്ങുന്ന സമയത്ത് അഫർമേഷനുകൾ നമ്മൾ നൽകിയാൽ ഉറപ്പായും നമുക്ക് ഗുണം ചെയ്യും. പക്ഷെ അത് നല്ല ക്ലാരിറ്റിയിലുള്ള അഫർമേഷനുകളായിരിക്കണം. ഈ വീഡിയോയിൽ ഉപബോധ മനസ്സ് എങ്ങനെയാണ് ഉറക്കത്തിൽ പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലായില്ലേ? ഈ വീഡിയോ ഒരുപാട് നീണ്ടുപോയി. അതുകൊണ്ട് തന്നെ അടുത്ത വീഡിയോയിൽ നമുക്ക് ഉറക്കത്തിൽ എങ്ങനെ നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങൾ ഉപബോധ മനസ്സിലൂടെ എങ്ങനെ നേടിയെടുക്കാം എന്നുള്ള കാര്യം കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാം. അപ്പോൾ നിർത്തുന്നു. താങ്ക് യു.